നമസ്കാരം. അനിമൽ ഫാം എന്ന വിഖ്യാതമായ നോവലിൽ ജോർജ് ഓർവെൽ സർവാധികാരത്തിന്റെ ചില രീതിശാസ്ത്രങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആദ്യം നിങ്ങൾ എതിർക്കും, പിന്നെ നിങ്ങൾ ഭയക്കും, പിന്നെ അനുസരിക്കാൻ പഠിക്കും, പിന്നെ നിങ്ങൾ അതിന്റെ ആരാധകരും പ്രചാരകരുമാകും. ഉത്തര കൊറിയയിലെ സൈക്കോ ഏകാധിപതിയായ കിം ജോങ് ഉന്നിന്റെ കാര്യത്തിലും ഇത് ഏറെക്കുറെ ശരിയാണ്. ഇഷ്ടമുള്ള രീതിയിൽ മുടിവെട്ടാൻ പോലും സ്വന്തം ജനതയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത പതിനായിരങ്ങളുടെ മരണത്തിന് ഉത്തരവാദിയായ ഈ ക്രൂരന് ആഗോള വ്യാപകമായി വലിയ ഫാൻസ് ആണുള്ളത്. ഇപ്പോഴിതാ കിം ജോങ് ഉന്നിനെ വാഴ്ത്തിപ്പാടുന്ന പ്രചാരണ ഗാനമായ ഫ്രണ്ട്ലി ഫാദർ വൈറലായിരിക്കുകയാണ്. ഏറ്റവും വിചിത്രം, നോർത്ത് കൊറിയക്കാരുടെ കടുത്ത ശത്രുക്കളായ സൗത്ത് കൊറിയയിലും ഇത് വൈറലായി എന്നതാണ്. അടുത്ത കാലത്തായി ചുവന്ന ലിപ്സ്റ്റിക് നിരോധനവും പ്രസിഡന്റിന്റെ കാമകേളികൾക്കായി നിയോഗിച്ച പ്രഷർ ഗ്രൂപ്പിന്റെ വാർത്തകളുമൊക്കെ ഒന്നൊന്നായി ഉത്തര കൊറിയയിൽ നിന്ന് പുറത്തു വരികയാണ്. എന്നിട്ടും ഇയാളെങ്ങനെ ജനപ്രിയ നേതാവായി തുടരുന്നു എന്നിടത്താണ് സമ്പൂർണമായ അധികാരം വരുത്തിവെക്കുന്ന നെഗറ്റീവ് അഡ്മിറേഷൻ എന്ന മനോവൈകല്യം ചർച്ചയാവുക. ഉത്തര കൊറിയയിലെ പല നിയമങ്ങളും ഒറ്റനോട്ടത്തിൽ നമ്മെ ചിരിപ്പിക്കുന്നതാണ്. ഫാഷൻ, മേക്കപ്പ്, വസ്ത്രധാരണം തുടങ്ങിയ രംഗത്തും കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ശക്തമായ നിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാറുണ്ട്. നിരവധി ജനപ്രിയ ആഗോള ഫാഷൻ, സൗന്ദര്യവർദ്ധക ബ്രാൻഡുകൾക്ക് ഭരണകൂടം രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. നിയമങ്ങൾ പാലിക്കാത്ത സാഹചര്യങ്ങളിൽ കടുത്ത ശിക്ഷയായിരിക്കും ഉത്തര കൊറിയക്കാരെ കാത്തിരിക്കുക. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി ചുവന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് രാജ്യത്ത് നിരോധിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ സർക്കാർ. അതും വിചിത്രമായ ഒരു കാരണം കൊണ്ട്. ചരിത്രപരമായി കമ്മ്യൂണിസവുമായി ബന്ധമുള്ള നിറമാണ് ചുവപ്പ്. എന്നാൽ ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെയല്ലെന്നും അത് മുതലാളിത്തത്തിന്റെ പ്രതീകമാണെന്നും ചുവന്ന ലിപ്സ്റ്റിക് ധരിക്കുന്ന സ്ത്രീകൾ വളരെ ആകർഷകമായി കാണപ്പെടുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് കിം ജോങ് ഉൻ സർക്കാരിന്റെ ലിപ്സ്റ്റിക് നിരോധനം. അതേസമയം ഭരണാധികാരിയെ ലൈംഗികമായി സുഖിപ്പിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് ഡിക്റ്റേറ്റർഷിപ്പിൽ സർവ്വസാധാരണമാണ്. മുൻപ് സ്റ്റാലിനും മാവോയ്ക്കും വേണ്ടി സ്കൂൾ കുട്ടികളെ വരെ വെപ്പാട്ടികളാക്കിയതിന്റെ കഥകൾ പിന്നീട് പുറത്തു വന്നിരുന്നു. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനും അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കിമ്മിന്റെ പ്ലഷർ സ്ക്വാഡിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട യെയോമി പാർക്ക് എന്ന യുവതിയാണ് കിമ്മിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. പ്രതിവർഷം കിമ്മിന്റെ കാമകേളികൾക്കായി 25 കന്യകകളായ യുവതികളെ തിരഞ്ഞെടുക്കാറുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. അതേസമയം ഉത്തര കൊറിയയിലെ ക്രൂരമായ ശിക്ഷാരീതികൾ ഉപന്യസിക്കുകയാണെങ്കിൽ അത് 1-2 പുസ്തകത്തിൽ ഒരിക്കലും ഒതുങ്ങില്ല. മറ്റു രാജ്യങ്ങളിൽ എവിടെയും കാണാൻ സാധിക്കാത്ത ക്രൂരതകൾ നിറഞ്ഞ ശിക്ഷകളാണ് തടവുകാർക്ക് ഈ ഏകാധിപതി നൽകുന്നത്. നടുറോഡിൽ വെച്ചും പൊതുസ്ഥലങ്ങളിൽ വെച്ചും തടവുകാരെ കെട്ടിയിട്ട് വെടിയുതിർത്ത് കൊല്ലുന്നതാണ് ഇദ്ദേഹത്തിന്റെ ശിക്ഷകളിൽ ഒന്ന്. ഹോളിവുഡ് സിനിമകൾ കാണുന്നത് പോലും ശിക്ഷാർഹമായ നാട്ടിൽ അതിന്റെ പേരിലും വെടിവെച്ച് കൊല്ലപ്പെട്ടവരുണ്ട്. അതേസമയം സ്വന്തം അമ്മാവനെ വെട്ടി മുതലയ്ക്ക് ഇട്ടുകൊടുത്തതായ പേരുദോഷമുള്ളയാളാണ് കിം ജോങ് ഉൻ. കുടുംബത്തിലെ എതിരാളികളെ പോലും അയാൾ കാലപുരിയിലേക്ക് അയക്കുന്നു. ഒരാൾ കുറ്റം ചെയ്താൽ കുടുംബത്തിലെ മുഴുവൻ പേരെയും തടങ്കിലാക്കുന്ന ഒരു വിചിത്ര നിയമവും ഇവിടെയുണ്ട്. നരകതുല്യമായ ക്യാമ്പിലാണ് പിന്നീട് ആ കുടുംബത്തിലെ 3 തലമുറകൾ കഴിയേണ്ടത്. മുതിർന്ന സൈനികർക്ക് സ്ത്രീ തടവുകാരെ തിരഞ്ഞെടുത്തുപയോഗിക്കുവാൻ പ്രത്യേക അനുമതിയും നൽകിയിട്ടുണ്ട്. ഗർഭം ധരിക്കുന്ന സ്ത്രീകളെ നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമാക്കുകയും ചെയ്യും. കഠിന ശിക്ഷകളുടെ ഫലമായി ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ എലികൾക്ക് ഭക്ഷണമായി നൽകുകയും ചെയ്യും. സ്ത്രീകളെ മണിക്കൂറുകളോളം മേശയിൽ കയറ്റി നിർത്തുകയും പൂർണ്ണ നഗ്നരാക്കി മരത്തിൽ കെട്ടിയിട്ട് വയറ്റിൽ കത്തി കുത്തി ഇറക്കുന്നതും ഇവിടത്തെ ശിക്ഷാരീതിയാണ്. അങ്ങനെ നിരവധിയായ ക്രൂരതകളുടെ കഥകളാണ് തടവുകാരുടെ ക്യാമ്പുകളിൽ നടക്കുന്നത്. എന്നാൽ രാജ്യത്ത് വലിയ പട്ടിണിയാണെങ്കിലും ഒരു കാര്യത്തിന് മാത്രം ഉത്തര കൊറിയയിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് ആയുധങ്ങൾ. ആണവശക്തിയായ ഉത്തര കൊറിയ
ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര മിസൈലുകളുടെയും ഏറ്റവും പുതിയ റോക്കറ്റുകളുടെയും കലവറയാണ്. ഈ സൈനിക ശക്തി കാണിച്ചാണ് കിം ജോങ് ഉൻ ലോകത്തെ ഭയപ്പെടുത്തുന്നത്. നിരന്തരമുള്ള മിസൈൽ പരീക്ഷണങ്ങൾ തുടരുന്നതിനിടെയാണ് ആവശ്യമെങ്കിൽ ആണവാക്രമണം നടത്താനും തയ്യാറാണെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ മുന്നറിയിപ്പ് ഈയിടെയായി പുറത്തുവന്നത്. അതേസമയം 2011 അന്നത്തെ പ്രസിഡന്റായിരുന്ന കിം ജോങ് 11ന്റെ മരണത്തിന് ശേഷം അധികാരം കൈക്കലിലാക്കിയ ഒരു വ്യക്തിയാണ് കിം ജോങ് ഉൻ. അന്ന് അദ്ദേഹത്തിന് വെറും 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അധികാരമേറ്റതിനു ശേഷം രാജ്യത്ത് വ്യത്യസ്തമായ തീരുമാനങ്ങളും നിയമങ്ങളും അദ്ദേഹം നടപ്പിലാക്കി. ലോകരാജ്യങ്ങൾക്കെതിരെ മിസൈലുകളിലൂടെയും ആറ്റം ബോംബുകളിലൂടെയും പരീക്ഷണങ്ങൾ നടത്തി ഭീഷണി മുഴക്കി. ആണവായുധ നിർമ്മാണത്തിന്റെ തുടക്കവും അമേരിക്കയ്ക്കെതിരായ പ്രതിരോധവുമാണ് ഈ പരീക്ഷണമെന്ന് കിം ജോങ് ഉൻ എന്ന് അവകാശപ്പെട്ടിരുന്നു. സൈനിക അനുഭവങ്ങളോ ഭരണ പരിചയമോ മിലിറ്ററി ജ്ഞാനമോ ഇല്ലാത്ത സ്വേച്ഛാധിപതി കൂടിയാണ് ഇദ്ദേഹം. അയാൾ എന്താണ് ചെയ്യുക, എന്താണ് പ്രവർത്തിക്കുക എന്ന് ആർക്കും അറിയില്ല. പക്ഷേ ഇത്രയേറെ ക്രൂരതകൾ നടത്തിയിട്ടും ഉത്തര കൊറിയയിലെ ഹീറോയാണ് ഇയാൾ. തങ്ങളുടെ പ്രസിഡന്റിന് അമാനുഷ്യ ശക്തികൾ കൂടിയുണ്ടെന്ന് ഉത്തര കൊറിയക്കാർ വിശ്വസിക്കുന്നു. എന്നാൽ ഈ ഉത്തര കൊറിയയിൽ മാത്രമല്ല, ലോകമെമ്പാടും കിമ്മിന് ആരാധകരുണ്ട്. ഇപ്പോഴിതാ കിം ജോങ് ഉന്നിനെ വാഴ്ത്തുന്ന പ്രചാരണ കാരണം ഫ്രണ്ട്ലി ഫാദർ ഹിറ്റായിരിക്കുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചകൾ മുറുകുന്നതിനിടയിൽ ലോകമെമ്പാടുമുള്ള സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഹിറ്റാണ്. നോക്കുക, ഇത്രയേറെ നെഗറ്റിവിറ്റികൾ ഉണ്ടായിട്ടും ഒരു വിഭാഗം ഇപ്പോഴും ഇത്തരം സ്വേച്ഛാധിപതികളെ അനുകൂലിക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഓരോ വാർത്തകളും.